ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വരാൻ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ദിവസമായിട്ടോ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഉത്സവത്തിൻ്റെ പരിപാടിയൊക്കെ ഇതാ നമ്മളിങ്ങനെ രാത്രിയാണ് കേട്ടോ. ഇവിടെ റാട്ട, നമ്മളെ എസ്റ്റേറ്റിൻ്റെ ഭാഗം റാട്ട എന്നൊക്കെ പറയും, ഫാക്ടറി അവിടെ നിന്നാണ് കേട്ടോ ഈ പ്രാവശ്യം അടിയറ. നമ്മളിവിടെ മരണമൊക്കെ ആയതുകൊണ്ട് അടിയറയില്ല. അങ്ങനെ ഇവിടുത്തെ അടിയറ ക്യാൻസലായിപ്പോയി. നമ്മളെ വീട്ടിൻ്റെ അവിടെ നിന്നുള്ള അടിയറ അന്നേരം റാട്ടയിലേക്കാണ് നമ്മളെ ഇന്നത്തെ പുറപ്പാട്. അങ്ങനെ ഇവിടെ നല്ല പരിപാടിയൊക്കെയാണ്. എന്താ പൂക്കാവടിയുണ്ട്, തേരുണ്ട്, താലം എടുക്കാമെന്ന് ഉദ്ദേശിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള കേട്ടോ. കുറേ വർഷങ്ങളായി താലം എടുക്കണം എന്നല്ല വിചാരിച്ചിട്ട്. പിന്നെ അച്ചൂട്ടൻ വലുതായി, പിന്നെ കുഞ്ഞൂട്ടൻ ചെറുതായി, അങ്ങനെ എല്ലാം ഓരോരോ പരിപാടിയായിട്ട് താലം എടുത്തിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ ഇന്നത്തെ പരിപാടി വിചാരിച്ച് താലം എടുക്കാൻ വേണ്ടി രണ്ടും കൽപ്പിച്ച് വന്നതാണ് കേട്ടോ. അങ്ങനെ പാട്ടെല്ലാം കേട്ടപ്പോൾ കുഞ്ഞൂട്ടൻ അറിയാണ്ട് ഡാൻസെല്ലാം കളിക്കാൻ തുടങ്ങി. പിന്നെ പരിപാടിയൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായി നടന്നു. അടിപൊളി തേരും പരിപാടിയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ രാത്രി ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. രാത്രിയാണ് കേട്ടോ, ആദ്യമായിട്ടാണ് അടിയറയ്ക്ക് പോണേ. ഇവിടെ എത്രയോ വർഷങ്ങളായിട്ട് ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോണേ. ഇവിടെ എത്രയും നല്ല പരിപാടികളാണ്, നമുക്കറിയത്തില്ല. നല്ല വെജിറ്റബിൾ ബിരിയാണി, ഷോർട്ട് പരിപാടികൾ, അടിപൊളി പരിപാടികളാണ്. അങ്ങനെ നല്ല വർണ്ണവിസ്മയം എന്നൊക്കെ പറയാലോ. അങ്ങനെ അടിപൊളി കാഴ്ചകളും പരിപാടികളുമാണ് കേട്ടോ. ഇത് ഇത്രയും വർഷങ്ങൾ മിക്സ് ചെയ്തല്ലോ എന്നുള്ളൊരു ഇതും കൂടിയുണ്ട്, സങ്കടം. അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് അവിടെ നിൽപ്പാണ്. കുറച്ച് നേരം കട്ട പോസ്റ്റായിരുന്നു കേട്ടോ. അവിടെ ചെണ്ടമേളം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അടിയറ ഇവിടെ നിന്ന് പുറപ്പെടാൻ. ഇവിടുന്ന് പുറപ്പെടാൻ തന്നെ 9 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അത് നിങ്ങളെയും കൂടി കാണിക്കാൻ. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വോയിസ് ഇടുമ്പോൾ കുഞ്ഞൂട്ടം വെറുതെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഒച്ചപ്പാടാണ് അതിൻ്റെ ഇടയ്ക്ക്. എന്ത് മനോഹരമല്ലേ ഷോട്ടൊക്കെ കാണാൻ, അടിപൊളി ഷോട്ട്സാണ്. അങ്ങനെ നമ്മളെ അടിയറ ഇവിടെ പുറപ്പെടാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം അതിൻ്റെ പുറകെ നിന്ന് അവിടെ കുറേ കട്ട പോസ്റ്റ് അടിച്ച് പിന്നെ ഫുഡ് കഴിച്ചു. വെജിറ്റബിൾ ബിരിയാണി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കുറേ ജനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് പിന്നെ താലം എടുക്കാനുള്ള ചോറിനാണ് കേട്ടോ. ഫുഡിനുള്ള വരിയായിരുന്നു. ഇത്രയും വലിയ വരി, കുറേ ജനങ്ങളുണ്ട് കേട്ടോ. ഇവരെല്ലാം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് എന്താക്കുക നമ്മൾ അടിയറൊക്കെ പുറപ്പെടുക. അങ്ങനെ ചെണ്ടമേളം താലത്തിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ സെറ്റാകുന്നുണ്ട്. നമ്മളിവിടെയും വന്ന് കുറച്ച് നേരം നിന്ന് അങ്ങനെ താലമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കും താലമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് വന്നപ്പോൾ നമുക്ക് കിട്ടുമെന്നും പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അതൊക്കെ ദൈവം സഹായിച്ച് നമുക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുറേ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ആൾക്കാരുണ്ട്. നമ്മളെല്ലാവരും കൂടി അച്ചോട്ടം കൊടി എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ കൊടി കിട്ടിയില്ല. ആകെ 3 കൊടിയേ ഉണ്ടായിട്ടുള്ളൂ. അത് ഓൾറെഡി ബുക്ക്ഡാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് അവർക്കറിയത്തില്ലല്ലോ നമ്മൾ എടുക്കുമെന്നൊന്നും. അതുകൊണ്ട് അവർക്ക് അച്ചൂട്ടന് കിട്ടിയില്ല. അങ്ങനെ താലൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് ദൂരമേ ഉള്ളൂ, പക്ഷേ എത്തുമ്പോൾ 10-11 മണിയാവും. അങ്ങനെ നടന്നു പോവാണ് കേട്ടോ. കുഞ്ഞൂട്ടൻ എൻ്റെ കൂടെ നടന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞൂട്ടനും ഞാനും കൂടി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ നിർത്തിയൊക്കെയാണ് പോവുക 10-11 മണി വരെ. പക്ഷേ ലേശം ദൂരമേ ഉള്ളൂ കേട്ടോ അമ്പലത്തിലേക്ക്. പക്ഷേ എത്തുമ്പോൾ ഇതേ സമയം, ഞാൻ പറഞ്ഞ സമയമാവും. അങ്ങനെ കുഞ്ഞൂട്ടൻ്റെ കൈ ഒരു വട്ടം പിടിച്ചിട്ടുണ്ട്. കുഞ്ഞൂട്ടൻ നടക്കുന്നതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ടു. അങ്ങനത്തെ ആഗ്രഹവും സാധിച്ചു. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ രാത്രിത്തോടെ കഴിഞ്ഞിട്ടുണ്ട്. താലം എടുത്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മളെന്താക്കി വീണ്ടും അമ്പലത്തിൽ പോണ്. നമ്മൾ കുളിച്ച് ഉച്ചയായപ്പം വീട്ടിലെ പരിപാടിയൊക്കെ ഒഴുകി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകണമാണ്. ഇന്നത്തെ ലാസ്റ്റത്തെ പരിപാടിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഇവിടെ അമ്പലത്തിൽ പോയി. നമ്മളെ വീട്ടിൽ നിന്ന് തൊട്ട് അപ്പുറ സൈഡ് എങ്ങോട്ടും രാത്രി പോയി, ഇപ്പുറ സൈഡ് ഇങ്ങോട്ടും വന്ന്, പിറ്റേ ദിവസം ഇങ്ങോട്ടും വന്ന്. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ തിരക്കൊക്കെ ഉണ്ടെന്നാലും ഇവിടെയും ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഉച്ചയ്ക്ക് വരുന്നത്. ഇവിടെ നല്ല സാമ്പാറും ചോറും ഇതാണ്ടോ, അടിപൊളി സദ്യയൊക്കെ തന്നെയാണ്. അങ്ങനെ കഴിഞ്ഞ വർഷമൊക്കെ കസാരയും മേശയൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം കസാര മാത്രമേ ഉള്ളൂ, മേശയൊന്നുമില്ല. അങ്ങനെ അത് നല്ല പച്ചപ്പല്ലേ, അടിപൊളിയായിട്ട് എല്ലാവരും താഴെയൊക്കെ ഇരുന്ന് കുഞ്ഞൂട്ടനും എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ അങ്ങ് എടുത്ത് പിന്നെ ഇതാണ്ടോ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ.
അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ടോ, കാണാനൊക്കെ എന്ത് രസം. ഇതിൻ്റെ ഉള്ളിലാണ് അമ്പലം, നല്ല മരങ്ങളും ചോലകളും എല്ലാം ഉണ്ടേ, അടിപൊളിയായിരുന്നു. പിന്നെ എന്താ നടന്ന് ചോറ് കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ അതാ കട്ട പോസ്റ്റ് ടൗണിലേക്ക് നടന്ന് അവിടെ എത്തി. പിന്നെ അതാ കുഞ്ഞോട്ടനും കുഞ്ഞാപ്പം കൂടി ഐസ്ക്രീമൊക്കെ കഴിച്ചു. അതാ അവിടെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും അടിയർ അവിടെ നിന്നും പുറപ്പെട്ടു കേട്ടോ. ഈ വർഷം നമ്മൾ വേലക്കാവ് പോയിട്ടില്ല, വള്ളിയൂർക്കാവിലേക്ക് പോയിട്ടില്ല. ഈ വർഷം വള്ളിയൂർക്കാവിലേക്ക് പോകാത്ത എന്താണെന്ന് വെച്ചാൽ പിന്നെ ലാസ്റ്റ് ദിവസമായി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കൊക്കെയാണ്, അതുകൊണ്ട് നമ്മൾ പോയിട്ടില്ല. പിന്നെ 4 ആൾ ബൈക്കിലൊന്നും പോകാൻ പറ്റത്തില്ല. അങ്ങനെയായിട്ട് ബസ്സിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും എന്ന് കരുതിയാണ് കേട്ടോ ബസ്സിലൊന്നും പോയിട്ടില്ല കേട്ടോ. ഈ വർഷം ഞങ്ങളങ്ങനെ ലാസ്റ്റ് ദിവസം അങ്ങനെ അടിയിറക്കി പോകാറില്ല. ഇവിടെ വന്നതിന് ശേഷം ചെണ്ടമേളവും വാദ്യങ്ങളും ഒക്കെ ആയിട്ട് ഇത് പോവുകയാണ് കേട്ടോ അടിയറ. കുറേ താലങ്ങളൊക്കെ കുറവ്, ഈ വർഷം ആൾക്കാരൊക്കെ കുറവ്, അല്ലെങ്കിൽ ഇവിടെ ടൗണിൽ നിൽക്കാനും തിരങ്ങാനൊക്കെ ഒരു സ്ഥലം ഉണ്ടാവില്ല. ഈ വർഷം ആനയൊന്നുമില്ല കേട്ടോ. ആന ചൂട് കൊണ്ടാന്ന് തോന്നുന്നുണ്ട് ആനയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്ര താലേ ഉള്ളൂ കേട്ടോ ആകപ്പാടെ. പിന്നെ അടിയറ തേര് കൊണ്ടുപോകുന്നത് തിടമ്പ് കൊണ്ടുപോകുന്നത് നമ്മൾ ജീപ്പിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഈ വർഷം എല്ലാം ചുരുങ്ങിയ പരിപാടികളാണ് കേട്ടോ. അല്ലെങ്കിൽ സ്റ്റേജ് പരിപാടിയും 14 ദിവസം ഇവിടെ പരിപാടിയൊക്കെ ഉണ്ടാകുന്നു. ഈ വർഷം അന്നദാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വേറെ പരിപാടിയോ സ്റ്റേജ് പരിപാടിയോ ഒന്നുമില്ല. അങ്ങനെ ഇതാ ഡ്രമ്മൊക്കെ വരുന്നുണ്ട്. ഇനി അവിടെ എത്തുമ്പോൾ ഉണ്ടാകുമെന്ന് അറിയില്ല, ഇനി വേറെ എവിടത്തേക്കെങ്കിലും ആണോയെന്ന് അറിയില്ല. അങ്ങനെയൊക്കെയാണ് ഈ വർഷത്തെ കാവ് അവിടെ കഴിഞ്ഞ്. നമ്മളവിടെ വയനാട് ഉത്സവം കാവ് എന്നൊക്കെ പറയും കേട്ടോ. ഓരോ നാട്ടിലും ഓരോ പേരല്ലേ. അങ്ങനെ ഈ വർഷത്തെ പരിപാടി അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് നമ്മളെ ഈ വർഷത്തെ പരിപാടിയുടെ വിശേഷം. അല്ലെങ്കിൽ നമുക്ക് രാത്രി നല്ല അടിപൊളിയായ പരിപാടികളൊക്കെ ഉണ്ട്. കാവ് 13-നൊക്കെ അടിപൊളി പരിപാടിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ വർഷം മഴയും എല്ലാം കാരണം കൊണ്ട് ഈ വർഷത്തെ പരിപാടി ആകെ കൊളായി. ഇടിയും മഴയും മരണവും, നമ്മളവിടെ തന്നെ 4-5 മരണമൊക്കെ ഉണ്ടായി. അങ്ങനെ കാവിൻ്റെ പരിപാടിയൊക്കെ ഈ വർഷം കൊളായിപ്പോയി. എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ അഡ്ജസ്റ്റ് ആക്കി പരിപാടിയൊക്കെ അങ്ങ് ആഘോഷിച്ചു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ വർഷം ശിങ്കാരിമേളവും അങ്ങനെ ഇങ്ങനെയായിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ആനയും ഈ വർഷം ഒന്നുമില്ല. അങ്ങനെ ഈ വർഷത്തെ പരിപാടി ഇതാ ഇവിടെ അവസാനിക്കാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെണ്ടമേളമൊക്കെ കണ്ട് ആസ്വദിച്ച് പിന്നെ നമ്മൾ കുറച്ച് പരിപാടി കുറച്ച് പൊരിയും അലുവയും കളിപ്പാട്ടൊക്കെ മേടിക്കണം. അങ്ങ് മേലക്കാവ് പോയി കഴിഞ്ഞാൽ കളിപ്പാട്ടൊക്കെ അവരെന്നെ മേടിച്ചിരുന്നു. രാത്രിയാകുമ്പോൾ അടിപൊളിയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ചെറിയ രീതിയിൽ ഒതുങ്ങി. ഇതൊക്കെയാണ് കളിപ്പാട്ടം. പിന്നെതാ അങ്ങനെ ഇന്ന് ഈ വർഷത്തെ പരിപാടി കഴിഞ്ഞ്